നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചായി ഈ വണ്ടിയുടെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് എല്ലാവരും കാണുന്നുണ്ടായിരിക്കും. ഇതാണ് നമ്മൾ ആ പെർഫോമൻസ് ചെയ്ത മാക്സ് 100. അപ്പം നമ്മുടെ വണ്ടിയുടെ വർക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ ഞാൻ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പം വീഡിയോയിലോട്ട് നമുക്ക് കിടക്കാം. നമ്മുടെ അടുത്ത് സ്റ്റോക്കായിട്ട് വന്ന വണ്ടിയാണ്. ഒരു സ്റ്റോക്ക് ഡിസ്ക് എല്ലാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വണ്ടിയിൽ. വേറെ അപ്ഡേഷൻസ് ഒന്നും ഇല്ല. നമ്മുടെ അടുത്ത് കൊണ്ടുവന്നൊരു വണ്ടിയാണ്. നമ്മളിതിലൊരു 80% ഓഫ് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ അപ്ഡേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ എൻജിൻ വൈസ് തുടങ്ങും. ഹെഡ് നമ്മളൊന്ന് മോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൽ യൂസ് ചെയ്തേക്കുന്ന സിലിണ്ടർ ഹെഡ് കാര്യങ്ങൾ നല്ല രീതിയിൽ മോഡ് ചെയ്തിട്ടുണ്ട്. സിലിണ്ടറിൽ ചെയ്തേക്കുന്നത് സിലിണ്ടർ 50 mm ബോർ വരുന്ന സിലിണ്ടർ നമ്മൾ 52 mm ബോറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. മീൻസ് ഷോഗണിൻ്റെ പിസ്റ്റൺ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഹെഡിലും, അതായത് ആ 52 mm വേണ്ട ക്ലിയറൻസ് വോളിയം കട്ട് ചെയ്ത് ഷേവ് ചെയ്ത ഹെഡാണ്. ഹെഡിൽ നല്ല രീതിയിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം കുറച്ച് കഴിയുമ്പോൾ. ഓക്കെ, സിലിണ്ടർ പോർട്ടഡാണ്. നല്ല രീതിയിൽ പോർട്ടും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ട്രാൻസ്ഫേഴ്സും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കുറച്ച് നമ്മുടേതായ കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിൽ ചെയ്തേക്കുന്നത് മാനിഫോൾഡ് ഭാഗം നല്ലതായിട്ട് ഗ്രൈൻഡഡ് ആണ്. ദെൻ കാർബേറ്റർ നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട്. VM80 കാർബേറ്ററിൽ നിന്ന് VM20 കാർബേറ്ററിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് കാർബേറ്ററാണ്. ഞാൻ കമ്പനി ഇന്നതൊന്നും സജസ്റ്റ് ചെയ്തില്ല. വലിയ കുഴപ്പമില്ലാതെ കിട്ടാനുള്ള മാർക്കറ്റിലെ ഒരു കാർബേറ്ററാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ദെൻ അതിൽ നമ്മളൊരു എക്സ്ട്രാ ഒരു പുഷ് പുൾ ചോക്ക് യമഹയുടെ RX-ൻ്റെ 100ൻ്റെ പുഷ് പുൾ ചോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചെയ്തേക്കുന്നത് ജെറ്റ് സൈസിൽ ഒന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. 120 ആണ് ഇതിന് വരുന്ന സ്റ്റോക്ക് ജെറ്റ് സൈസ്. നമ്മളത് അപ്പാച്ചിയുടെ ജെറ്റ് സൈസാണ്. അത് 115 മെയിൻ ജെറ്റ് വരുന്ന ജെറ്റും പൈലറ്റ് ജെറ്റ് 20 ആണ് യൂസ് ചെയ്തേക്കുന്നത്. ദെൻ ഇതിൻ്റെ ഇൻടേക്ക് മാനിഫോൾഡ് ഇത് കണ്ടു കഴിഞ്ഞാൽ സ്റ്റോക്കായിട്ട് തോന്നും, പക്ഷേ അകത്ത് നമ്മൾ ഗ്രൈൻഡഡ് ആണ്. അതായത് ഈ കാർബേറ്റർ ഈസി ആയിട്ട് ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ കാർബേറ്ററിൻ്റെ മൗത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. അത് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻടേക്ക് പോർട്ട് ആ മാനിഫോൾഡിനോട് ചേരുന്ന രീതിയിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത്, അതായത് പോർട്ട് ചെയ്തിട്ടുണ്ട്. പോർട്ട് ഹോൾ വലുതാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ റീഡ് വാൽവ് 3 പെറ്റലാക്കിയിട്ടുണ്ട്. ദെൻ എക്സോസ്റ്റ് പോർട്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ രീതിയിലുള്ള ഒരു കാൽക്കുലേറ്റർ പോർട്ടിങ്ങാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ദെൻ ഇതിൻ്റെ എക്സോസ്റ്റ് ഇതൊരു റെഡിമെയ്ഡ് ആഫ്റ്റർ മാർക്കറ്റ് ചേമ്പറാണ്. റോക്കറ്റ് ചേമ്പർ എന്നൊക്കെ പറയും. പല സൈറ്റുകളിലും കിട്ടാനുണ്ട്. ഇത് ബാംഗ്ലൂരൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെഡിമെയ്ഡ് ചേമ്പറാണ്. ഇത് പെട്ടെന്ന് കിട്ടാൻ അവൈലബിൾ ഭയങ്കരമാണ്. പെട്ടെന്ന് കിട്ടാൻ പാടില്ലാത്തൊരു ചേമ്പറാണ്. ഇതൊരു 6 വോൾട്ട് കറണ്ട് സിസ്റ്റം ആയിരുന്നു എത്തിയിരുന്നത്. നമ്മളത് മൊത്തം മാറ്റി 12 വോൾട്ട്, അതായത് സാമറയുടെ ഫ്ലൈ വീൽ കോയിലും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. സാമറയുടെ തന്നെ 6 യൂണിറ്റ് വയറിംഗ് കിറ്റ് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ടൈമിംഗ് സൈസ് വൈസ് ഒന്ന് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതിലും ചെയ്തിട്ടുണ്ട് ടൈമിങ്ങിൽ. ദെൻ ഇതിൻ്റെ സ്പോക്കറ്റിങ് മാറിയ സ്പോക്കറ്റിംഗ് ആണ്. ഇപ്പോൾ യൂഷ്വലി ഇതിന് കമ്പനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 41-13 ആണ്. നമ്മൾ ഇതിൻ്റെ പോർട്ട് സൈസും കാര്യങ്ങളെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് കുറച്ച് ഇനീഷ്യലി കൂടുതലായതുകൊണ്ട് അതിനെ ടാലിയാക്കാൻ വേണ്ടി 14-41 എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്പോക്കറ്റിംഗ് ആണ്. അതായത് ഞാൻ ഓടിച്ച് നോക്കിയിട്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയതും നമുക്ക് വണ്ടി കുറച്ച് സ്മൂത്ത് ആയിട്ട് തോന്നുന്ന ഒരു സ്പോക്കറ്റിംഗ് ആണ്. സ്പോക്കറ്റിങ്ങിന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തേക്കുന്നത് 41-14. അതായത് ഇന്നർ സ്പോക്കറ്റ് ഫ്രണ്ട് FC ഒക്കെ വരുന്ന 14 ഇന്നർ സ്പോക്കറ്റ്, R15 FC ഒക്കെ വരുന്ന 14 സ്പോക്കറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. ദെൻ കസ്റ്റമറുടെ സജഷൻ പോലെ മാസ്ക്, അണ്ടർബെല്ലി, മഡ് ഗാർഡ് എന്നിവ മാറ്റിയിട്ടുണ്ട്. ദെൻ സ്റ്റിക്കർ, ഒരു കസ്റ്റം സ്റ്റിക്കർ, അതായത് RX Kingൻ്റെ ഒരു സ്റ്റിക്കർ കിറ്റിൽ നിന്ന് കട്ട് ചെയ്ത് നമ്മൾ കുറച്ച് കസ്റ്റമൈസ് ചെയ്ത് വരച്ചെടുത്ത് സെറ്റ് ചെയ്ത സ്റ്റിക്കറാണ് ചെയ്തെടുത്തേക്കുന്നത്. മൊത്തം വരച്ച് നമ്മൾ തന്നെ സെറ്റ് ചെയ്ത സ്റ്റിക്കറാണ്. പിന്നെ ഫിനിക്സിൻ്റെ ഷോക്കിൻ്റെ നെക്ക് മാറ്റി ഹൈറ്റ് കുറച്ച്, അതായത് ഒരു ഓടിക്കാൻ സുഖം കിട്ടാനും ഒരു സ്റ്റെബിലിറ്റി, അതായത് വണ്ടി സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. then ഈ സീറ്റ് നമ്മൾ ചെയ്തെടുത്ത സീറ്റാണ്. സ്പോഞ്ചും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് മാറ്റി, അതായത് ഒരു അടിപൊളി സ്റ്റിച്ചിങ്ങോടുകൂടി ഒരു സീറ്റാണ് ചെയ്തെടുത്തത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അപ്പോൾ എല്ലാവർക്കും ബൈ.